ഇന്ന് കാലത്ത് മുതലേ ഓരോരോ പണികളാണ്, ഒന്നിന് പിറകെ ഒന്നായിട്ട് ഓരോരോ പണി വന്നുകൊണ്ടിരിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഇറ്റ്സ് മീ ഷംസീറ. പിന്നെ ഫസ്റ്റ് വന്ന പണി എന്താണെന്നറിയോ, കാലത്ത് മുതൽ ഇവിടെ വൈഫൈ ഇല്ല. അതുകൊണ്ട് തന്നെ മാറ്റി ഇങ്ങനെ പിച്ചടകിയത്. കാരണം വെച്ചാൽ മൊബൈലും പിടിച്ച് ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് ഞാൻ സോഫൻ്റെ അടുത്ത് നിന്ന് പിടിച്ച് ഇവിടെ റൂമിൽ കൊണ്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ആകുമ്പോൾ എന്താ പറയുക, കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് വെച്ചിട്ട് കേൾക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുകളിൽ നിന്ന് പറയും. കാരണം മാച്ചൂരി ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ട്, ഇവിടുന്ന് പോകുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പണി കിട്ടിയത് അതായത് വൈഫൈ കട്ടായി. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമ്മളെ പിന്നെ കുട്ടികളെല്ലാം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, എൻ്റെ ബ്രദറിൻ്റെ കുട്ടികളെല്ലാം ഉണ്ട്. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ വൈഫൈ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കഷ്ടപ്പെട്ടിട്ട്. കാരണം ഇന്നലെ രാത്രി ലേറ്റ് ആയതുപോലെ ലുഡോയിലും കളിച്ചു. അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് വിഷമിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് പണി എന്താ കിട്ടിയത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടെ പിന്നെ ചെടിൻ്റെ അടുത്ത് വെള്ളം നനക്കാൻ പോയപ്പോൾ അത് അവിടെയൊക്കെ കാണുന്നില്ലേ, താഴ്ഭാഗത്ത് അവിടെയൊക്കെ വെള്ളം കെട്ടിയിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ പോയ സമയത്ത് പറഞ്ഞാൽ വഴുതി അങ്ങനെ വീട് ഫുള്ളായിട്ട് നനഞ്ഞിട്ട് വന്നൊരു ഉമ്മ വെച്ച് എന്തിങ്ങനെ നനഞ്ഞ്. ഞാനത് വെള്ളം നനച്ചപ്പോൾ വെള്ളം തെറിച്ചതാണ്, വേറെ ഒന്നല്ലാതെ. എന്തോ ഭാഗ്യം വീണിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഫസ്റ്റ് വീടപ്പാട് ഞാൻ ചുറ്റും നോക്കിയത് ആരെയും കണ്ടിട്ടുണ്ടോ എന്നല്ലേ വിചാരിച്ചിട്ട്. അപ്പോൾ എൻ്റെ അയൽവാസിയുടെ ജസ്സിയില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് അങ്ങോട്ടേക്ക് നോക്കിയാൽ ജസ്സിലെ കാണുന്നുണ്ടാ, കണ്ടിട്ടുണ്ടെങ്കിൽ നാടക്കേട്. അല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ, നമ്മൾ വീടപ്പാട് ചുറ്റാൻ നോക്കാം ആരെയും കണ്ടിട്ടുണ്ടോന്ന്. ആരും കണ്ടിട്ടില്ലാതെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ആശ്വാസമാണ്. കണ്ടിട്ടുണ്ട് ഭയങ്കര ചമ്മലാണ്, വേദനയേക്കാളും വിഷമം അതാണ് ചമ്മൽ. എവിടെയെങ്കിലും വീണതല്ലേ ഷുഗർ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം കടം പോയിട്ട്. കാരണം വെച്ചാൽ എനിക്ക് മുമ്പേ അങ്ങനെ തന്നെ ശ്രദ്ധക്കുറവാണ്. അപ്പോൾ അവിടെ ഇവിടെ വീഴലും പിന്നെ കാലുകുത്തൽ തന്നെ പരിപാടി. അപ്പോൾ ഞാൻ ഇത് പറയണ്ടാന്ന് ചോദിച്ചത്. പക്ഷേ പിന്നെ ഞാൻ വീണെല്ലാം കഴിഞ്ഞപ്പുറത്തി പിന്നെ നേരെ കുളിക്കാൻ പോയല്ലേ, അതിനിടയിൽ അതിന് മുമ്പേ ഷുഗർ വിളിച്ചിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ കുളി കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കുമ്പോഴേക്കാറ് കുറേ ലേറ്റായി, ഏകദേശം ഒരു 3/4 മണിക്കൂറല്ലായി. എന്നിട്ട് ഞാൻ തിരിച്ചു വിളിച്ചു. എന്നോട് ചോദിച്ചാൽ എവിടെയാണ് നീ പോയേ? ഞാനത് ഞാൻ വെള്ളം നനച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചെറുതായിട്ടൊന്ന് വീണ് പോയി. അപ്പോൾ അതായത് കിട്ടി, എന്താണ് ശ്രദ്ധിച്ചൂടെ, നോക്കി നടക്കലല്ലേ എന്നാലും പറഞ്ഞിട്ട്. ഞാൻ ശരി എന്നാണ് ഇതാ പറയണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും വഴക്ക് കിട്ടാനുണ്ടല്ലോ, അത് കിട്ടിയേ അടങ്ങുള്ളൂ. പിന്നെ ഒരു പരിപാടിക്ക് പോകാറുണ്ട് വൈകുന്നേരം. അതായത് പിന്നെ എൻ്റെ കസിൻ്റെ കല്യാണം കഴിഞ്ഞാണല്ലേ. അപ്പോൾ പിന്നെ കാര്യമായിട്ട് ഫംഗ്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല, ലോക്ക്ഡൗണെല്ലാം ആയതുകൊണ്ട് 10-20 ആൾക്കാർ പോയി നിൽക്കാൻ കഴിഞ്ഞ് വന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നാണ് നമുക്ക് പിന്നെ പരിപാടി. അതിന് മൈലാഞ്ചി ഉണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ കാര്യമായ ഒരു പരിപാടിയൊന്നുമല്ല. ഞാൻ അവിടെ പിന്നെ വ്ളോഗൊന്നും ചെയ്യാൻ നിന്നിട്ടില്ല. പിന്നെ ഇപ്പം നമ്മൾ ലോക്ക്ഡൗണൊക്കെ മാറ്റിയല്ലോ, ഫുൾ ഹാപ്പി ആയി എല്ലാവർക്കും. പക്ഷെ നമ്മളെ റൈഡേഴ്സിനൊന്നും പുറത്തു പോകാനൊന്നും അനുമതിയൊന്നും ഇല്ല. ആയാലും പിന്നെ ആയി വരുള്ളൂ. എന്തായാലും പിന്നെ കടകളൊക്കെ തുറക്കാനുള്ള അനുമതി കിട്ടിയല്ലോ, അതുകൊണ്ട് തന്നെ ഫുൾ ഹാപ്പി. ഞാൻ ഇന്നലെ ആകെ വിഷമിച്ചു പോയി. ഈ ഒരു കാണിച്ചിട്ടാലോ, ഞാൻ വേഗം ഇസ്ത്രി ഇടായിരുന്നു. ഈ ഒരു ഡ്രസ്സ് ഇത് ഞാൻ തലശ്ശേരി പോയെടുത്തതായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇതിന് മാച്ചായിട്ടുള്ള ഷാൾ കിട്ടിയില്ല. അപ്പം പിന്നെ ഞാൻ വിചാരിച്ച ഏതായാലും പിന്നെ എടുക്കാനും. പിന്നെ അതോടുകൂടി തന്നെ എന്താ പറയുക, 8-ാം തീയതി മുതൽ പിന്നെ ലോക്ക്ഡൗൺ എല്ലാം തുടങ്ങിയില്ലേ, പിന്നെ എനിക്ക് എടുക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് അതങ്ങനെ നിന്ന്. അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ കസിൻസിൻ്റെ അടുത്തെല്ലാം പോയിട്ട് ഷാൾ നോക്കി, ഏതെങ്കിലും മാച്ചായിട്ടുള്ള ഷാളുണ്ടോ. പിന്നെ എൻ്റെ കയ്യിൽ മെറൂൺ ഉണ്ടായതുകൊണ്ട് അവർ വേറെ മെറൂൺ മാച്ച് ചെയ്യും. അങ്ങനെ മെറൂൺ ഒപ്പിക്കാമെന്ന് വിചാരിച്ച്. അത് ഞാൻ പിന്നെ വീട്ടിലെത്തി നോക്കിയപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷാൾ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ നല്ല മാച്ചാണ്. ഞാൻ ഇട്ടെല്ലാം നോക്കി, അപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞാൻ ഏതായാലും ഇതെല്ലാം ഒപ്പിക്കാറ്. പിന്നെ വേഗം പിന്നെ അയൺ ചെയ്തിട്ടെല്ലാം വെക്കണം. നേരത്തെ നോക്കുമ്പോഴത്തേലും കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇന്നെല്ലാം നല്ല മഴയാണ്, ഇന്നല്ല ഇത്ര കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണ്. അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാച്ചു എപ്പം പറയുമോ പിന്നെ നിങ്ങൾക്ക് മഴ പെയ്യേ കൊണ്ട് അപ്പോഴേക്ക് പിന്നെ കറണ്ട് പോകുന്നു. ഇനിയിപ്പം മാച്ചുവിൻ്റെ ഡ്രസ്സും കൂടെ ഉണ്ട്. മാച്ചു നിൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് വാ. ഏതാ ഇടുന്നത്? ബ്ലാക്ക് ടീഷർട്ട്. എനിക്ക് തോന്നിയിനി ഇവനിക്ക് എന്തോ ബ്ലാക്കിൽ ആരോ കൈവശം കൊടുത്തിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്. മാച്ചോ, നിന്നോട് ആരോ പറഞ്ഞ ബ്ലാക്ക് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടെന്ന്? ഞാൻ തോന്നല്ല. ഇവനിപ്പോൾ എപ്പം ബ്ലാക്കേ ഉപയോഗിക്കുന്നില്ല. ഞാൻ വേറെ കളറൊന്നും എടുത്തു കിട്ടാൽ ഒന്നും ഇഷ്ടമാകുന്നില്ല. വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. വേഗം വാ മാച്ചോ. ഇതൊരു ചുളീന്ന് പോലത്തെ തുണിയാണ്, അപ്പുറത്ത് ഇപ്പുറത്തേക്ക് ചുളിവ് വന്നു. പക്ഷെ നല്ല മെറ്റീരിയൽ കേട്ടാ, നല്ല ഇടാനെന്താ സുഖം. ഇന്നലെ മുതൽ എനിക്ക് എന്താണെന്ന് അറിയില്ല, ഒരു കൽത്തപ്പം തിന്നാൻ ഭയങ്കര ആശ. അത് ഇടയ്ക്കുള്ളത് തന്നെയാണ്. എന്തെങ്കിലും ഒരു പിന്നെ ഫുഡ് തിന്നാൻ വേണ്ടി ആശ വെച്ച പിന്നെ അന്നേരം ഉണ്ടാക്കണം. അപ്പോൾ അമ്മായിക്ക് നല്ലതായിട്ട് അറിയാം. അപ്പോൾ ഉമ്മ പറഞ്ഞ അമ്മായി വന്നിട്ടാകുമ്പോൾ ഉണ്ടാക്കാൻ. ഞാൻ അത് പറ്റില്ല, എനിക്ക് ഇന്ന് തന്നെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഉണ്ടാക്കി. ഉണ്ടോ പടച്ചോനെ, ഒന്നൊന്നര കൽത്തപ്പായി പോയി. ഉള്ളൊന്നും വേവാണ്ട് എന്താ പറയുക, കട്ട പിടിച്ച പോലെ ഉണ്ട്.
കൽത്തപ്പത്തിന് പകരം വേറെ എന്തൊക്കെ കിണ്ണത്തപ്പം എന്തൊരു സാധനമായി ഓക്കെ എന്തൊക്കെ ആവട്ടെ എടുത്ത് കളഞ്ഞ് കാരണം അമ്മായി വരുമ്പോഴൊക്കെ എടുത്ത് കളയണില്ലേ ഒരു അമ്മായി കളിയാക്കൂലേ അവിടെ ഒരു വേ എടുത്ത് കളഞ്ഞ് എന്നിട്ട് ഇന്നലെ ഞാൻ അമ്മയോട് പറഞ്ഞു ഒന്ന് എനിക്ക് ഉണ്ടാക്കി തരണം എന്നിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി കൽത്തപ്പം കാണുമ്പം തന്നെ കൊതിയാവുന്ന മുറിച്ചിട്ട് തിന്നിട്ട് കൂടുതൽ തിന്നൂല്ലോ ഒരു കുഞ്ഞു പീസേ വേണ്ടു പക്ഷേ ഇത് തിന്നാൻ ആശ വെച്ച് കഴിഞ്ഞാൽ പിന്നെ തിന്നിട്ടില്ലെങ്കിൽ എന്തോ പോലെ എനിക്ക് ഇതേപോലെ ഈ കൽത്തപ്പം തിന്നാൻ വേണ്ടി ഇടയ്ക്ക് ആശ വരും എന്നാലും ഞാൻ ഇവിടെ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ടൗണിൽ പോകുന്ന വഴിക്ക് ചെർക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ അടുത്ത് ഒരു കുഞ്ഞ് ടീ ഷോപ്പുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഒരു കൽത്തപ്പത്തിൻ്റെ കഷ്ണവും പിന്നെ അതുപോലെ ഒരു ചായ വാങ്ങിച്ച് കുടിച്ചിട്ട് പോകും അപ്പോൾ ഇതാ കൽത്തപ്പം അല്ല അതിൻ്റെ ആര് പോലെയെല്ലാം വന്നിട്ട് അടിപൊളിയാണ് അമ്മയെ ഇടക്കിടക്ക് ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ് സമയം ഇപ്പം 4:30 മണിയായി അപ്പോഴേക്കാണ് നമ്മളെല്ലാം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് രാത്രിയാണ് ഫംഗ്ഷൻ പക്ഷേ പിന്നെ എന്താ പറയുക നമ്മളോടൊക്കെ നേരത്തെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളെല്ലാം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇവിടെയൊക്കെ കാണുന്നില്ല ഫുൾ അലങ്കോലപ്പെട്ടിട്ടാണ് ഉള്ളത് പക്ഷെ അതൊന്നും ഒരുക്കാൻ നിൽക്കുന്നില്ല ഒരുക്കാൻ നിന്നതിന് ഇന്നത്തെ പോക്ക് നടക്കൂല നേരത്തെ നല്ല കാലാവസ്ഥയായിരുന്നു ഇപ്പോൾ അതാ മഴ പെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എവിടെയും ഞാൻ പോകാൻ ഇറങ്ങുമ്പോൾ മഴയുണ്ടാവും പിന്നെ മഴ നല്ലതാണല്ലോ അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല ഇനി വേഗം വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെക്കട്ടെ കാരണം ഞാനാണ് ഇന്നത്തെ ഡ്രൈവർ എല്ലാവരും ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാ ഇവള് മാത്രം കഴിഞ്ഞിട്ടില്ല എന്താ പരിപാടി എന്ന് പറയുക ഡ്രസ്സിങ് നേരത്തെ 1/2 മണിക്കൂർ മുമ്പ് മേക്കപ്പ് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് കയറുന്നില്ല വണ്ടിയിൽ റിസ ഇന്ന് മേക്കപ്പ് വേണ്ടാന്ന് വെച്ചൂടെ ഓ ആകെ കിട്ടുന്ന സമയാന്ന് എന്താടി ബ്രഷെല്ലാം ഉണ്ടാ മേക്കപ്പ് സെറ്റും കൊണ്ട് ഇവിടെ വന്നിന് കേട്ടോ ഇവിടെ ഞാൻ കാണിച്ചാലേ മേക്കപ്പ് സെറ്റ് ഇതാ വേറെ എന്തെങ്കിലും ഉണ്ടല്ലോ ഇതേതാ ഈ ഒരു സംഭവം ഇതിലെന്തെല്ലോ സാധനങ്ങളുണ്ട് ഫാൻസി റിസ അങ്ങനെ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ടൈം എടുത്തത് ആരാന്നറിയോ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഏട്ടനാണ് ഡ്രസ്സ് ചെയ്തിട്ട് കണ്ണാടി നോക്കിയിട്ട് മുടി ചീകിയിട്ട് ജെല്ല് വരച്ചിട്ട് ഒന്നും എന്താ പറയുക ഒരുങ്ങുന്നില്ല എന്തെന്നാണിത് പെണ്ണ് കാണാനാറ്റാ പോന്ന് പെണ്ണ് കാണാൻ പോകുന്നതിൽ ഇതാണ് ഒരുക്കാത് കഴിഞ്ഞ റിസ മാതിരി മേക്കപ്പ് ചുണ്ടത്ത് കുറച്ച് ലിപ്സ്റ്റിക് കുറഞ്ഞു പോയി തോന്നല്ല ഞാൻ കുറച്ച് ഇട്ടേ ഞാൻ ഇട്ടു തരാം കേട്ടാ ഞാൻ ഇട്ടുതരാം ഓക്കെ വലി കയറിക്കോ ഇനി ലിപ്സ്റ്റിക് ഇടാൻ കയറിക്കഴിഞ്ഞ 1/2 മണിക്കൂറാവും വാ കയറി നമ്മൾ ഇറങ്ങാൻ നേരം ആകുമ്പോഴേക്ക് മഴയിലും പോയി കേട്ടോ എന്നിട്ട് ഇതാ ഇപ്പൊ നമ്മളെ കസിൻസിനെ കൂട്ടാൻ വേണ്ടി പോന്നേന്ന് പൊതുവേ അവരെപ്പോ ലേറ്റ് ആകുന്നേന്ന് നമ്മളെപ്പോ കളിയാക്കുന്നേന്ന് അവരാ പക്ഷെ ഇന്ന് എന്താന്ന് അറിയില്ല 5 മിനിറ്റ് നേരത്തെ ഇറങ്ങിയിട്ടാ നമ്മൾ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പൊ ആ വണ്ടിയിലാണ് കകന്റെ വണ്ടിയിൽ ഉമ്മ പോയത് അപ്പൊ അവരെ നമ്മളോട് കൂട്ടാൻ പറഞ്ഞുകൊണ്ട് ഇപ്പൊ അവരെയും കൂടെ കൂട്ടിയിട്ട് വേണം പോകാൻ വേണ്ടി ശരിക്കും ഈ കല്യാണമെല്ലാം എത്രപാട് ആൾക്കാരെല്ലാം ആയിട്ട് ആർഭാടായിട്ട് കഴിക്കണ്ടേന്നറിയോ ഈ ഒരു കൊറോണ ടൈം ആയതുകൊണ്ട് പിന്നെ കൂടുതൽ ആൾക്കാരൊന്നും ഇല്ലാണ്ടായി മക്കളെ വാ കേറ് എല്ലാരും ഉമ്മമാരെ മടിയിൽ ഇല്ല ബാക്കിലുണ്ട് ഹെസ്ലി ചിരിച്ചേ ചിരിക്കടി ഇവിടെ എത്തിയപ്പാടിതാ ഇവര് രണ്ടാളും അവരെ കഥ തുടങ്ങി എപ്പം കണ്ടാലും കഥ പറച്ചിലല്ലേ എപ്പെങ്കിലേ കാണുന്നുള്ളൂന്ന് മിന്നാന്ന് കണ്ടു മിന്നാന്ന് ഒരു 1.5 ഫോട്ടോ എടുത്തിന് ഇവര് രണ്ടാളും തന്നെ തുടങ്ങല് സാനുവല്ല സൈഡില് ഇവര് രണ്ടാളും മുമ്പില് വയസ്സിൽ വെറുതെ പറയുന്നല്ലേ വയസ്സെല്ലാം അങ്ങനെ പറയുന്നേന്ന് നിങ്ങൾ തന്നെ തിളങ്ങേണ്ടത് നമ്മളെ പുതിയാപ്പിള വന്നിട്ടുണ്ട്
വീഡിയോ സംസാരിക്കണോ? ഇപ്പൊ പറയുന്നുണ്ട് സനുവിന്റെ ഒപ്പം നമ്മൾ കോഴിക്കോട് പോയിട്ടില്ല, അതുകൊണ്ട് ഇവിടുന്ന് എന്തായാലും ഫോട്ടോ എടുക്കണം. നിങ്ങളോട് ഫോട്ടോ എടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല. നിന്നെ വിടാനോ ഫോട്ടോ എടുക്കാൻ. എന്റെ പേര് റിസ കെ.പി. കണ്ണൂർ. എന്റെ സ്കൂള് DIS. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്തിനാ പെണ്ണാലോചിക്കാനാ? ചെക്കനാലോചിക്ക. അനക്ക് എത്ര വയസ്സെന്ന് അറിയാം? 7 വയസ്സ്. ഒരേ ചെക്കനാലോചിക്കാം നമുക്ക്. നല്ല നല്ല മൊഞ്ചന്മാരുണ്ടാവില്ല. വേണമെങ്കിൽ അല്ല നിഷാൻ ആലോചിക്കാം. അല്ല ഇന്ന് കോഴിക്കോട് കൊറേ മൊഞ്ചന്മാർ വന്നിട്ടില്ലേ? അതിലേതിന് ഇഷ്ടപ്പെട്ടെ? ഫുഡെല്ലാം കഴിച്ച് നമ്മളെ കാക്കമാരെല്ലാം ഇവിടെ ഇരുന്നിട്ട് കഥ പറയുന്നു. ഭയങ്കര കഥ. എന്നാണ് കാക്ക ഡ്രൈവിങ്ങിന്റെ കാര്യം? അത് വണ്ടി രാത്രി ഓട്ടാൻ വേണ്ടിട്ട് ഭയങ്കര പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെറിയൊരു ഭയം, പേടിയല്ല ഭയം. ചെലപ്പോ വേണമെങ്കിൽ തട്ടിയാലേ ഭയങ്കര എക്സ്പെൻസീവ് വരും. അതുകൊണ്ടാണ് അങ്ങനെ പേടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? തട്ടിയാലെല്ലാം മുട്ടിയാൽ എന്തെങ്കിലും ഇവര് ഭയങ്കര കഥ പറച്ചിലെന്നെ ഇടാ. ഞാൻ അങ്ങോട്ട് ഇരുന്ന് നോക്കുമ്പോ ഭയങ്കര എന്താ ക്ലിയർ ആയിട്ട് അല്ല, ഇത് മഴവിൽ മനോരമയില്ലാത്ത ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, തട്ടിമുട്ടി. അതുപോലെ ഇപ്പൊ ഇങ്ങ 3 ആളും ഏതായാലും ഇവിടെ ഇരുന്നിട്ട് പൂക്കാക്ക് എന്താ പറയാ ഭക്ഷണമെല്ലാം കഴിച്ച വക ഒരു പാട്ട് പാടാൻ ആഗ്രഹമാണെന്ന് പറഞ്ഞു. അതെ അവന് ക്ഷീണമാകുന്നു. അതുകൊണ്ട് ആ ക്ഷീണം മാറ്റാൻ വേണ്ടി പറയൂ. അല്ല പറഞ്ഞാ മതി അല്ലേ? പറഞ്ഞാ മതി. എല്ലാരും ഒന്ന് നിർബന്ധിക്കൂ. എല്ലാരും ഒന്ന് നിർബന്ധിക്കൂ. അടുത്തതായിട്ട് നമ്മളെ പൂക്കാക്കാന്റെ വക ഒരു താരാട്ടുപാട്ട്, ഓണപ്പാട്ട്. ആ പാട്ട് വക ഓണയിലെ വരാൻ പോകുന്നു. അപ്പൊ ഓണപ്പാട്ട് പാടിക്കോളൂ. മിന്നാന്നെന്താ പാടിയെന്നറിയാം? കരയല്ല സ്ട്രോഫി. പിന്നെന്താ രണ്ടാമത്തെ വരി? പിരിയുമ്പോൾ നമ്മൾ. പിന്നെ പിരിയുമ്പോൾ എന്നെ. കരയല്ല സ്ട്രോഫി പിരിയുമ്പോൾ എന്നെ. ബാക്കി എന്ന് കാണും. ഇത് എനക്ക് തോന്നുന്ന അമ്മായിയോട് പാടേണ്ട പാട്ട്
വെറുതെ അഷ്റഫ് കുഞ്ഞുങ്ങളൊക്കെ ഇട്ട പാട്ടാണ് അല്ലേ? സത്യം പറ. വാ വന്നോ. ഇത് അല്ല, ഞാൻ ഇവിടുന്ന് വ്ളോഗ് ചെയ്യുമ്പോ അഷ്റഫുള്ളത് അങ്ങോട്ട് ഇരുന്നിട്ട് ഫുൾ ടൈം ഫോണില്. ഞാൻ ഇതെന്താ ഭയങ്കരമായ നമ്മളെ വേണ്ടപ്പെട്ട ശംസിയാണ്. എല്ലാരും സപ്പോർട്ട് ചെയ്യുക. ഒരു പാട്ട് നിങ്ങളെ പാട്ട് അന്നത്തെ പാട്ട് മകളാണ് ആഭരണത്തോടെ പൂക്കാക്കൻ്റെ വക പാടേ. അത് മോശമാണ്, നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് പാടാണ്ടെന്നാലേ. ഉമ്മാമാന്റെ ആങ്ങളെ പാട്ടിന് ഉസ്താദാണ്. പാട്. പക്ഷെ പാട്ടറിയില്ലാവല്ലോ. നോക്കിട്ട് പാടാനാണ്. പാട്. മ്യൂസിക് ഇടരുത് ഇതില്. യൂട്യൂബിൽ മ്യൂസിക് ഇടാൻ പാടില്ല. അവിടെ നല്ല മൊഞ്ചുള്ള പാട്ട്. ആ അറിയില്ല. മുത്തേ സത്തേ എന്ന് വിളിക്കും കനത്തെ രാവ് ഇന്നാണ് മലന്റെ മണ്ണിൽ കുളിരു പകരണ നിക്കാവ് ഇന്നാണ് കളിച്ച് ചിരിച്ച്. ഓ അങ്ങനെ പാടാനും പിരിയുമ്പോൾ കരയല്ല പെണ്ണേ പിരിയുമ്പോൾ എന്ന് കാണുമെന്റെ കരളയ മോളെ കാണുമെന്റെ കരളേ കാലിടറിടല്ലേ കലമ്പേരാ നിന്നു തന്നെ ഇവിടെ നിന്നും പുറപ്പെടും. നോക്ക് അടിപൊളി. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നലെ എത്തുമ്പോഴേക്ക് 12 മണിയായി. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം കുളിച്ച് കിടന്നങ്ങ് ഉറങ്ങി. പിന്നെ ഇപ്പോൾ രാവിലെ കുറച്ചും കൂടി ഉറങ്ങണമെന്നെല്ലാം വിചാരിച്ചിരുന്നു. പക്ഷേ ഇവിടെ കാലത്തന്നെ മാറ്റുവിന് ക്ലാസ്സാണ്. മുമ്പെല്ലാം കഴിഞ്ഞ വർഷമാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാണ്. ഇപ്പോൾ കാലത്തന്നെ ആയതുകൊണ്ട് 8:30 മണിയാകുമ്പോഴേക്ക് മാറ്റുവിന് ഫുഡെല്ലാം ഉണ്ടാക്കി. 8:30ക്കല്ല, 8:30 ക്ലാസ് തുടങ്ങും. അതിന് മുമ്പേ ഫുഡെല്ലാം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം എണീച്ച്. കാരണം ഞാൻ ലേറ്റായിട്ട് എണീച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും ലേറ്റായിട്ട് മാച്ചു എണീക്കുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ 7 മണിയാകുമ്പോഴേക്ക് തന്നെ എണീച്ച് കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ഞാൻ വിചാരിച്ചാൽ അതിന് മുമ്പ് വേഗം ഔട്ടർ പറയാം. കാരണം പിന്നെ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ കഴിയില്ല, പുറത്തെല്ലാം ഇരുന്നിട്ട് ചെയ്യണം. പിന്നെ നല്ല മഴയൊക്കെയാണ് പുറത്ത്, പിന്നെ ആ ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ ആവും. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഈ ഔട്ടർ എടുത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചോദിച്ചു. പിന്നെ എൻ്റെ സൗണ്ടിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. തീരുമാനമായി രാത്രിയാകുമ്പോഴേക്ക്. എവിടെ ഫംഗ്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പോകുന്നതിന് മുമ്പ് ഷെറു വിളിക്കും, ഷംസി സൗണ്ട് ശ്രദ്ധിക്കണേ, നീ എല്ലാ കളിയും കളിച്ചു, സൗണ്ട് ശ്രദ്ധിക്കണേ. ഞാൻ ആ എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. ഷെറുവിനെ അറിയാം അതൊന്നും നടക്കുന്ന കാര്യമല്ല, പക്ഷെ എന്നാലും പാവം ഒന്ന് പറയും. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ ഫുൾ ഡീസൻ്റ് ആയിരിക്കും, ഇങ്ങനെ നിൽക്കും. പിന്നെ എത്ര ദിവസം ഡീസൻ്റായിട്ട് നിൽക്കാം. ലാസ്റ്റ് ആകുമ്പോൾ എന്തായാലും ഒച്ചപ്പാടാക്കി ഒരു പാട്ടെല്ലാം പാടി, പാട്ട് അറിയില്ലെങ്കിലും അറിയുന്ന പോലെ എന്തെങ്കിലും ആയിട്ടെല്ലാം ഒച്ചയാക്കി ആ സൗണ്ട് പൂരിപ്പിക്കണം. എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ തിരിച്ചു വരുമ്പോൾ തന്നെ ഷെറു വിളിച്ച്, ആ എന്തുണ്ടേ? ഞാനാ വീട്ടിലെത്തിയാ ഇല്ല, വേറെ സൗണ്ട് പോയി അല്ലേ? ഞാൻ പോയി. ആ ആശ്വാസമായി, നീ ഒന്നും പറഞ്ഞനുസരിക്കണ്ട. ഞാൻ പറയാം ഓക്കെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ പറഞ്ഞതൊന്നും അനുസരിക്കുന്നില്ല. അതല്ലേ, അനുസരിക്കാണ്ടൊന്നുമില്ല, പക്ഷേ നമ്മൾ നല്ല ഫ്രണ്ട്ലി ആണ്. ഈ കാര്യത്തിൽ എന്തായാലും അനുസരിക്കില്ല എന്ന് ഷെറുവിന് അറിയാം. പിന്നെ വേറെ ഇതൊന്നും പറയില്ല, ചീത്തയൊന്നും പറയൂല. ജസ്റ്റ് പോകുന്നതിന് മുമ്പ് പറയും, എല്ലാം കഴിഞ്ഞതിനൊന്ന് വിളിക്കും, ആ സൗണ്ട് പോയാൽ ആ ഓക്കെ എന്ന് പറഞ്ഞാൽ അവിടെ നോക്കും. അത്ര ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.